ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്നൊരു ബ്രെഡും കൊണ്ട് ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കി നോക്കാം. ബ്രെഡ് കട്ട്ലേറ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലോട്ട് ഒരു 2 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും 3 സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു 5 ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മയോണൈസാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമുക്കൊരു ഫോർക്ക് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. മയോണൈസ് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കട്ട്ലേറ്റ് ഷേപ്പിലാക്കിയിട്ട് വരാം. മിക്സ് ചെയ്തിരിക്കുന്ന എല്ലാതും ഞാനിവിടെ കട്ട്ലേറ്റ് ഷേപ്പിലാക്കി ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയിലോട്ട് മുക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരു സ്പൂൺ വെച്ച് മുട്ടയിൽ നിന്ന് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് കയ്യിലൊന്നും ഒട്ടാതെ നല്ല ഷേപ്പിൽ തന്നെ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതാ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഒരു ഫ്രൈ പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരുപാട് സമയമൊന്നും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതിയാകും. ഇതാ ഞാൻ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ നമ്മുടെ ബ്രെഡ് കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഈ ഒരു കട്ട്ലേറ്റ് റെഡിയാക്കാൻ. ഫൈനലി നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സാധാ കട്ട്ലേറ്റ് പോലെ ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത ഒരു കട്ട്ലേറ്റാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സും കൂടിയാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത്.